നിഫ്റ്റി 50യുടെ 24,000 ഒരു ട്രാപ്പാണ്. അടുത്ത ആഴ്ചയിലെ ട്രേഡിംഗ് പ്ലാൻ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിഫ്റ്റി 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു പ്രധാന മൈൽ സ്റ്റോൺ ആണ് ഈ 24,000 എന്നുള്ളത്. ഒരുപക്ഷെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നിഫ്റ്റി ശക്തമായിട്ട് നിൽക്കുന്നു എന്നതുകൊണ്ട് മാർക്കറ്റിലെ എല്ലാ സെക്ടറുകളും ഒരുപോലെ ശക്തമാണ് എന്നൊരിക്കലും നമുക്ക് കരുതാൻ കഴിയില്ല. മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സെക്ടർ റൊട്ടേഷൻ ആണ്. ഒരു ഭാഗത്ത് അക്സെഞ്ചർ വീക്ക് ഗൈഡൻസിനെ തുടർന്ന് ഐ.ടി സെക്ടറിൽ വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ നമ്മൾ വെള്ളിയാഴ്ച കാണുകയുണ്ടായി. ഇൻഫോസിസ് അടക്കമുള്ള പല ഐ.ടി ഓഹരികളും കനത്ത വീഴ്ച നേരിടുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത് നിഫ്റ്റിയെ കൂടുതൽ താഴേക്ക് വലിക്കേണ്ട ഒരു വലിയ സാഹചര്യം തന്നെയാണ്. പക്ഷേ മറുവശത്ത് ബാങ്കിംഗ് സെക്ടറിൽ ശക്തമായിട്ടുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് വലിയ സ്വകാര്യ ബാങ്കുകളുടെ വാങ്ങൽ താല്പര്യം നമുക്ക് ഐ.ടി സെക്ടറിലെ ആ ഒരു ക്രാഷിനെ അല്ലെങ്കിൽ ആ ഒരു ദൗർബല്യത്തെ ഒരു പരിധി വരെ ബാലൻസ് ചെയ്തത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നിഫ്റ്റി ഏതാണ്ട് -150 പോയിന്റ് എന്നുള്ള ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു 300-400 പോയിന്റിന് മുകളിൽ ഒരു ക്രാഷ് കാണേണ്ട ദിവസമായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നിഫ്റ്റി ഉയരുന്നത് ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാലി കൊണ്ടല്ല, മറിച്ച് ചില നിർണായക സെക്ടറുകളുടെ വളരെ വലിയ പിന്തുണ കൊണ്ടാണ്. ഇൻഡെക്സ് മാത്രം നോക്കി തീരുമാനമെടുക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഏത് സെക്ടറിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലുള്ള നമ്മുടെ സമീപനം കോഷ്യസ് ഒപ്റ്റിമിസം ആയിരിക്കണം. ട്രെൻഡ് എപ്പോഴും പോസിറ്റീവാണ്, എന്നാൽ ഉയർന്ന വിലയിൽ ചാടിക്കയറുന്നതിന് പകരം സെക്ടർ സ്ട്രെങ്ത്, സ്റ്റോക്ക് സെലക്ഷൻ, റിസ്ക് മാനേജ്മെന്റ് ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയമാണ്. അപ്പോ വരുന്ന ആഴ്ച മാർക്കറ്റിൽ എവിടെയാണ് ശരിക്കുള്ള ഓപ്പർച്യൂണിറ്റി, എവിടെയാണ് റിസ്ക് ഒളിഞ്ഞിരിക്കുന്നത്, ഇവയൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നിഫ്റ്റി അതിന്റെ ഒരു വലിയ ക്രാഷ് കഴിഞ്ഞ് തിരിച്ചു കയറുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മാർക്കറ്റിലേക്ക് വരുന്ന ഭൂരിഭാഗം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റ് കയറി പോകുമ്പോൾ എനിക്ക് ചാൻസ് മിസ്സായി പോകുമോ എന്നുള്ള ഒരു ഭയം. മാർക്കറ്റിലെ വലിയ പ്ലേയേഴ്സിന് വേണ്ടതും തീർച്ചയായിട്ടും അത് തന്നെയാണ്. സാധാരണക്കാർ പേടിച്ച് വാങ്ങിക്കൂട്ടുമ്പോൾ അവർ പതിയെ അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് പലരും ട്രാപ്പിൽ പെടുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഐ.ടി കമ്പനികളുടെ റിസൾട്ടുകൾ അത്ര പോരാത്തത് കൊണ്ട് ആ സെക്ടർ മൊത്തത്തിൽ ഡൗൺ ആണ്. അതുപോലെ തന്നെ ഇന്റർനാഷണലി ഐ.ടി സെക്ടറിലുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത് മാർക്കറ്റിനെ മൊത്തത്തിൽ താഴോട്ട് വലിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഒരു ഹീറോയെ പോലെ മുന്നോട്ട് കയറി പോകുന്നതും അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകൾ നിഫ്റ്റിയെ വീഴാതെ പിടിച്ചു നിർത്തുന്നതും മുകളിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് സെക്ടർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് പണം ഒരു സെക്ടറിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് അടുത്ത സെക്ടറിലേക്ക് മാറ്റുകയാണ്. ഈ കളി മനസ്സിലാകാതെ ട്രേഡ് ചെയ്യുന്നത് ഒഴുക്കിനെതിരെ നമ്മൾ നീന്തുന്ന പോലെ ഉള്ള ഒരു അവസ്ഥ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ബാങ്കിങ് സെക്ടർ അത്ര പൊട്ടൻഷ്യലി നിൽക്കുന്ന സമയത്ത് ബാങ്കിങ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ കോഷ്യസ് ഒപ്റ്റിമിസം എന്നൊരു അപ്രോച്ച് എടുക്കേണ്ടതുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് ആണ്, സംശയമില്ല. പക്ഷേ ഏത് സെക്ടറിലാണ് ബുള്ളിഷ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് വയ്ക്കുക. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. ചാർട്ട് നോക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലുകൾ എന്തൊക്കെയാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ 23,800 ആണ്. 23,800നും 24,000നും ഇടയിലുള്ള ഒരു വലിയ സപ്പോർട്ട് സോൺ ആണ്. നിഫ്റ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ 24,000 തന്നെയാണ്. സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ്. മാർക്കറ്റ് ഇതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം ബുള്ളുകൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ പോലും മാർക്കറ്റ് 23,850, 23,800 വരെയൊക്കെ വന്ന് സപ്പോർട്ട് എടുക്കാനാണ് സാധ്യതയുള്ളത്. ഈ സോണിനെ നമുക്കൊരു ഡിമാൻഡ് സോണായിട്ട് കണക്കാക്കാം. അതായത് ഈ പ്രൈസിലേക്ക് എത്തുമ്പോൾ പുതിയ ബയേഴ്സ് വരാൻ നല്ല സാധ്യത നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പ്ലാൻ ഇതാണ്. നിഫ്റ്റി 24,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ വരുന്ന ഓരോ ഡിപ്പും വാങ്ങാനുള്ള അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സപ്പോർട്ട് സോൺ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് അടുത്ത പ്ലാൻ. ഒരു കാരണവശാലും നിഫ്റ്റി 23,800 എന്ന ലെവലിന് താഴെ ഡെയിലി ക്ലോസിംഗ് തരാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ കാണുന്ന ഈ ബുള്ളിഷ് ട്രെൻഡ് വീക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു കറക്ഷനിലേക്ക് പോയേക്കാം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അടുത്ത മെയിൻ സപ്പോർട്ട് 23,500 ആയിരിക്കും. അതുകൊണ്ട് തന്നെ 23,800 ആണ് നമ്മുടെ വാർണിംഗ് സിഗ്നൽ. ഇതിന് താഴെ പോയാൽ ലോങ് പൊസിഷനുകളിൽ നിർബന്ധമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് 24,150 ആണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. ചെറിയൊരു റെസിസ്റ്റൻസ് മാത്രമാണ്. അത് കടന്നാൽ അടുത്ത പ്രധാന സോൺ 24,300 ആണ്. ഈ ലെവലിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം താഴെ നിന്ന് വാങ്ങിയ പലരും ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ബ്രേക്ക്ഔട്ട് ശരിക്കും നമുക്കപ്പോൾ എവിടെയാണ് കാണാൻ കഴിയുക, അല്ലെങ്കിൽ നല്ലൊരു കണ്ടിന്യൂസ് പോസിറ്റീവ് മൊമെന്റം എവിടെയാണ് കിട്ടുക? നിഫ്റ്റിക്ക് ഒരു കുതിപ്പ് തുടരണമെങ്കിൽ 24,300 മുകളിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ പുതിയൊരു ബുള്ളിഷ് വേവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ അത് നടന്നാൽ അടുത്ത ടാർഗറ്റ് 24,500 അതിനുശേഷം 24,600 ഒക്കെ ആയിരിക്കും. അപ്പൊ നിഫ്റ്റിയുടെ പ്ലാൻ വളരെ ക്ലിയർ ആണ്. 24,000 സപ്പോർട്ടും 24,300 റെസിസ്റ്റൻസുമാണ്. അപ്പൊ ഈ റേഞ്ചിനുള്ളിൽ
മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. 24,000 മുകളിൽ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഉപയോഗിക്കാം. 24,300 കടന്നാൽ പുതിയൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. 23,800 ബ്രേക്ക് ആയാൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി ബാങ്ക് നിഫ്റ്റിയെ പറ്റി നമുക്കൊന്ന് കുറച്ചുകൂടി അനലൈസ് ചെയ്ത് നോക്കാം. കളത്തിലെ റിയൽ ഹീറോ ആണ് ബാങ്ക് നിഫ്റ്റി. 24,000 കടന്നതിന് പിന്നിലെ റിയൽ പവർ ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ ശ്രദ്ധിക്കാതെ ട്രേഡിംഗ് പ്ലാൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ മെയിൻ സപ്പോർട്ട് സോൺ 57,500, 57,600 റേഞ്ചിലാണ്. ഈ ലെവലിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റിന് പേടിക്കേണ്ട. ഒരുപക്ഷെ ഈ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ അത് നിഫ്റ്റിയെ കൂടെ താഴേക്ക് വലിക്കാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഫേസ് ചെയ്യാനുള്ള ആദ്യത്തെ പ്രധാന റെസിസ്റ്റൻസ് ഇവിടെ 58,000 ആണ്. തീർച്ചയായിട്ടും അതൊരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ്. അപ്പൊ 58,000 ഒരു മതിൽ പോലെ അവിടെ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് നിൽക്കുന്നുണ്ട്. പുതിയ റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. 58,300, 58,500 ഒക്കെ എത്താനുള്ള ടാർഗറ്റുകളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ട്രേഡർമാർ നിഫ്റ്റിയൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിക്കാണ്. ബാങ്ക് നിഫ്റ്റി 57,500 മുകളിൽ നിൽക്കുന്നുണ്ടോ എങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആണ്. ബാങ്ക് നിഫ്റ്റി 58,000 കടക്കുന്നുണ്ടോ എങ്കിൽ പുതിയ റാലിക്ക് റെഡി ആവുകയാണ്. അപ്പോ ഇനി നമുക്കൊരു സെക്ടോറിയൽ ഫോക്കസ് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കാം. ഐ ടിയുടെ ഭാവി എന്താണ്? മാർക്കറ്റിൽ വില്ലൻ റോളിൽ നിൽക്കുന്നത് ഐ ടി സെക്ടറാണ്. ഗ്ലോബൽ ഇഷ്യൂസും കമ്പനിയുടെ അത്ര പോരാത്ത പെർഫോമൻസും കാരണം ഐ ടി സ്റ്റോക്കുകളിൽ വലിയ സെല്ലിംഗ് വരുന്നുണ്ട്. അപ്പൊ ഐ ടി സ്റ്റോക്കുകൾ ഇത്രയും താഴുമ്പോൾ വാങ്ങാൻ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ എന്നൊരു $1 മില്യൺ ക്വസ്റ്റ്യൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ കഴിയും. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ആളുകളായിട്ട് ഇതിനകത്ത് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ ഇപ്പോൾ ഐ ടി സ്റ്റോക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും നല്ല ഡിസിഷൻ. താഴേക്ക് വീഴുന്ന കത്തി പിടിക്കാൻ നോക്കരുത്. ഐ ടി സെക്ടറിൽ എപ്പോഴാണ് വീഴ്ച നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സിഗ്നൽ കാണിക്കുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുക. റാലികൾ വരുമ്പോൾ അത് സെൽ ചെയ്യാനുള്ള അവസരമായിട്ട് കാണുന്നതാണ് ഇപ്പോൾ. ലോങ് ടൈം ഇൻവെസ്റ്റർമാരാണെങ്കിൽ കഥ മാറുകയാണ്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള പല നല്ല ഐ ടി കമ്പനികളും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു അവസരമാണ്. ഒറ്റയടിക്ക് വാങ്ങേണ്ട കാര്യമില്ല. SIP ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കുറേശ്ശെയായിട്ട് താഴേക്ക് പോകുമ്പോൾ ഓരോ ഡിപ്പിലും വാങ്ങി നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ വലുതാക്കാവുന്നതാണ്. വരുന്ന ആഴ്ചയിലെ പ്രധാന ന്യൂസുകൾ അല്ലെങ്കിൽ ഇവന്റുകൾ എന്തൊക്കെയായിരിക്കും എന്നുകൂടി നമ്മൾ നോക്കി പോകേണ്ടതുണ്ട്. ടെക്നിക്കൽ ലെവലുകൾ മാത്രം നോക്കിയാൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാന വാർത്തകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ജൂൺ 22 മുതൽ 26 വരെ ഒരു ഷോർട്ട് ട്രേഡിംഗ് വീക്കാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറെയാണ്. അപ്പോ IPO വാച്ച് നമുക്ക് നോക്കാം. പ്രൈമറി മാർക്കറ്റ് ഈ ആഴ്ചയും വളരെ സജീവമാണ്. ടർട്ടിൽ മിന്റ് ഫിൻടെക്, അദ്വിത് ജ്വല്ലേഴ്സ്, കോഡിലിയ പോലെയുള്ള മെയിൻ ബോർഡ് IPOകൾ ഈ ആഴ്ച തുറക്കുന്നുണ്ട്. അതോടൊപ്പം ക്ലേ ക്രാഫ്റ്റ്, ഏവിയൻസ് ബയോമെഡിക്കൽസ് ഇതുപോലെയുള്ള നിരവധി SME കമ്പനികളുടെ ലിസ്റ്റിംഗും ഈ ആഴ്ച നടക്കുന്നുണ്ട്. അപ്പോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വലിയ ഫ്ലക്ച്വേഷൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ക്യൂസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വാർഷിക പൊതുയോഗത്തിലെ പ്രഖ്യാപനങ്ങൾ മാർക്കറ്റ് ഈ ആഴ്ച വിലയിരുത്തും. പ്രത്യേകിച്ച് ജിയോയുടെ IPO സംബന്ധിച്ച വാർത്തകൾ റിലയൻസ് സ്റ്റോക്കിലും മാർക്കറ്റിലും നല്ല ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ജൂൺ 26 മുഹറം പ്രമാണിച്ച് മാർക്കറ്റിന് അവധിയാണ്. അപ്പോൾ ഈ ഒരു F&O എക്സ്പയറീസിനോട് ചേർന്ന് വരുന്നതിനാൽ വ്യാഴാഴ്ച മാർക്കറ്റിൽ ഒരു വലിയ വോളറ്റാലിറ്റിക്ക് സാധ്യതയുണ്ട് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച US ഫെഡ് മീറ്റ് പോലെയുള്ള വലിയ ഇവന്റുകളില്ല. അമേരിക്കയിൽ നിന്ന് വരുന്ന സാമ്പത്തിക ഡേറ്റകൾ വളരെ നിർണായകമാണ്. ചൊവ്വാഴ്ച വരുന്ന മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് PMI ഡേറ്റ മാർക്കറ്റിന് ആദ്യ സൂചനകൾ നൽകും. എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്ന വ്യാഴാഴ്ചയാണ്. അന്ന് US ഒന്നാം പാദത്തിലെ അവസാനത്തെ GDP കണക്കുകളും മെയ് മാസത്തെ പേഴ്സണൽ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ PCE ഇൻഫ്ലേഷൻ ഡേറ്റയും വരുന്നുണ്ട്. ഫെഡ് പലിശ നിരക്ക് തീരുമാനിക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഡേറ്റയാണ് PCE. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ വരുന്ന വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിലും അതിന്റെ പ്രതിഫലനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. നമുക്ക് ഈ ആഴ്ചയിലെ പ്ലാൻ ഒന്നുകൂടി പറഞ്ഞ് സെറ്റ് ചെയ്ത് പോകാം. നിഫ്റ്റി 24,000 ഒരു ട്രാപ്പാണോ എന്ന ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. കറക്റ്റ് പ്ലാൻ ഇല്ലാത്തവർക്ക് ഒരു ട്രാപ്പ് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാർക്കറ്റ് കയറുന്നത് കണ്ട് എക്സൈറ്റ്മെന്റിൽ ചാടിക്കയറിയാൽ കാശ് പോകും. അപ്പൊ നമ്മുടെ പ്ലാന് വളരെ കെയർഫുൾ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കും. നിഫ്റ്റിയുടെ മെയിൻ സപ്പോർട്ട് 24,000, 23,800 സോണാണ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ വരുന്ന ഡിപ്സും നമുക്ക് ബൈ ചെയ്യാം. മെയിൻ റെസിസ്റ്റൻസ് 24,300 ആണ്. അത് ബ്രേക്ക് ചെയ്താൽ പുതിയൊരു റാലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ കളിയിലെ ഹീറോ ബാങ്ക് നിഫ്റ്റിയാണ്. 57,500 സപ്പോർട്ടും 58,000 റെസിസ്റ്റൻസും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. IT സെക്ടറിൽ നിന്ന് ട്രേഡർമാർ തൽക്കാലം മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രഡിക്ഷനേക്കാൾ ഇമ്പോർട്ടന്റ് പ്ലാനിംഗ് ആണ്. മാർക്കറ്റ് അടുത്ത നിമിഷം എങ്ങോട്ട് പോകും എന്നൊന്നും നമുക്ക് ആർക്കും 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ എന്ത് ചെയ്യണം, താഴേക്ക് വന്നാൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. ഈ ടെക്നിക്കൽ ലെവലുകൾക്കൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാന ഇവന്റുകളും ശ്രദ്ധിച്ചു പോവുക പ്രൊഫഷണൽ ട്രേഡറെ ഒരു സാധാരണ റീറ്റെയിൽ ട്രേഡറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ വരുന്ന ആഴ്ച മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കുമോ അതോ ബെയറിഷ് ആയിരിക്കുമോ? നിങ്ങൾ ബാങ്കിങ്
ബാങ്കിങ്ങിലാണോ അല്ലെങ്കിൽ IT സ്റ്റോക്കുകളിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.